ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഫിഷിംഗ് വയർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണ ഒരു മാലയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേറെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഇവിടെ എടുത്തേക്കണ ബട്ടർഫ്ലൈ ബീഡാണ് കേട്ടോ. ഇത് നമ്മുടെ പേസ്റ്റൽ ബീഡിൽ തന്നെ സ്മോൾ സൈസ് ബട്ടർഫ്ലൈ ബീഡ്. പിന്നെ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ്. ഇത് 3mm ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ, ചെറിയ സൈസ്. പിന്നെ എടുത്തിരിക്കണ അതിൻ്റെ പിരി, അത് നമ്മളൊക്കെയാണ് പിരിയാണ് കേട്ടോ. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ ഫിഷിംഗ് വയറിൽ നമുക്ക് മാലയുടെ അളവെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള മാലയുടെ അളവാണ്. അപ്പോൾ അതിനാവശ്യമുള്ള അളവ് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടലും ഉരുക്കലൊക്കെ കഴിഞ്ഞ് അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അത്രയും വെച്ച് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു തുമ്പ് കെട്ടിട്ട് കൊടുക്കണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടാൻ. ഇത് ശരിക്ക് കെട്ട് പെട്ടെന്നൊന്നും മുറുകൂല. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ വലിച്ച് തന്നെ കെട്ട് മുറുക്കി കൊടുക്കണം. അതിന് ശേഷം അത് ഉരുക്കി കൊടുക്കലാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലൂടെ നമ്മളെ പിരിയുടെ ഒരു ഭാഗം, അതായത് ഒരു ഭാഗം കയറ്റുമ്പോൾ നമ്മുടെ ചെറിയ ഹോളല്ല, ഈ വലിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ അത് കയറ്റി കൊടുക്കണേ. അത് നമ്മുടെ മാറിപ്പോയരുത്. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ പിന്നെയും അഴിച്ച് പണിയേണ്ടി വരും. അപ്പോൾ നമ്മൾ പിരിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ത്രെഡുമല്ല ഇരുന്നിരുന്നത്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ അഴിച്ച് അതിലിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്റ്റൽ ബീഡ് 2 എണ്ണം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ബീഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്ത് പോകാൻ പോണേ കേട്ടോ. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വലിയ സൈഡിലാണ് കേട്ടോ ഫസ്റ്റ് കോർത്ത് കൊടുക്കണേ. ഇങ്ങനെയാണ് കോർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ ഇനി ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഇട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കുക. എന്നാലേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഈ മെത്തേഡിൽ അങ്ങനെ കോർത്ത് പോവാണ് കേട്ടോ ചെയ്യണേ. അപ്പം ഞാൻ കോർത്ത് ഇവിടെ പകുതി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാല ഇങ്ങനെ കേട്ടോ വരാം. ഇതുപോലെ ആയിരിക്കും വരാം. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ബീഡ് കോർത്തിട്ട് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലാസ്റ്റത്തെ പിരിയിട്ട് കൊടുക്കണം. അതാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇപ്പം ഞാൻ ഇടുന്നത് ചെറിയ ഹോളിലൂടെയാണ് കേട്ടോ പിരിയിട്ട് കൊടുക്കണത്. അപ്പോൾ ചെറിയ ഹോളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ബീഡ്സ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. അല്ലെങ്കിൽ ലൂസായിട്ടുണ്ടെങ്കിൽ മാല, അതായത് ബീഡ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഗ്യാപ്പുകൾ വരും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് കെട്ടിട്ട് കൊടുക്കണേ. നല്ല മുറുക്കി കെട്ടി കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യലും ഉരുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അവർ ബ്രേസ്ലെറ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ അതേ ബീഡിൽ തന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ മോഡൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ മോഡൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാലയുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ചെറിയ ബട്ടർഫ്ലൈയുടെ ഇടയിൽ ക്രിസ്റ്റൽ ബീഡായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ. ചെറിയ കുട്ടികളെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.